ധൂപൂർ ഗ്രാമം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കടുത്ത വെയിലത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ നിഴൽ തേടി ഇങ്ങോട്ടും അങ്ങോട്ടും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആറൊക്കെ വറ്റിപ്പോയി. ഈ കടുത്ത വെയിലത്ത് വയസ്സായ അമ്മ രത്ന തലവന്റെ വീട്ടിലേക്ക് ചെന്നു. തലവനെ, എത്ര ദിവസത്തേക്കാ നമ്മുടെ ധൂപൂർ ഗ്രാമം ഇങ്ങനെ വെയിലത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക? ഇപ്പോൾ ശ്വസിക്കുന്നത് പോലും വളരെ കഷ്ടമായി മാറിയിരിക്കുന്നു. കടന്ന വർഷവും വെയിലുണ്ടായിരുന്നു രത്ന മുത്തശ്ശി. പക്ഷെ ഇത്രയും ഒന്നും ചൂടായിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം വെയില് നമ്മളെ തീർച്ചയായും നശിപ്പിക്കും. നമ്മുടെ ഗ്രാമത്തിലെ ജമീന്ദാറിന് സർക്കാരിൽ ഒരുപാട് ആൾക്കാരെ അറിയാം. അദ്ദേഹത്തോട് പറഞ്ഞ് നമ്മൾ എന്തുകൊണ്ട് സഹായം ചോദിച്ചുകൂടാ? നിങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ പോവും. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, ആ ജമീന്ദാർ അത്യാഗ്രഹിയാണ്, മോശമായവൻ. ശരി, ചെന്ന് നോക്കാം എന്താ ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ തലവൻ വളരെ ഭാരമായ മനസ്സോടെ ജമീന്ദാറിന്റെ വീട്ടിലേക്ക് ചെന്നു. ജമീന്ദാർ മുതലാളി, ഗ്രാമത്തിലെ ജനങ്ങൾ വെയിൽ കൊണ്ട് കഷ്ടത്തിലാണ്. നിങ്ങൾക്ക് സർക്കാരിൽ വളരെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്താലോ? എന്താ സർക്കാർ എല്ലാ കുടിസൈകളിലും കൂളർ വെക്കണോ അല്ലെ AC വെക്കണോ? റേഷൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ടല്ലോ, അത് തന്നെ നിങ്ങൾക്ക് വളരെ കാര്യമാണ്. നിങ്ങളെപ്പോലെ ആൾക്കാർ AC-നടിയിൽ തണുത്ത കാട്ടിൽ ഉള്ളത് നിങ്ങൾക്ക് എന്താ അറിയും? കൃഷിക്കാർ, കുട്ടികൾ, വയസ്സായവർ ഈ വെയിലിൽ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം തലവൻ ഒരു മിനിറ്റ് പോലും അവിടെ നിന്നില്ല. നേരെ രത്ന അമ്മയുടെ വീട്ടിലേക്ക് അദ്ദേഹം ചെന്നു. രത്ന അമ്മ വീട്ടിൽ കയറ് കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. ദൂരെ നിന്നും വിഷമത്തോടെ വരുന്ന തലവന്റെ മുഖം കണ്ട് അവർക്കെല്ലാം മനസ്സിലായി. നിങ്ങളുടെ മുഖം എല്ലാം പറഞ്ഞു കഴിഞ്ഞു തലവനെ. ജമീന്ദാർ പറ്റില്ലെന്ന് പറഞ്ഞു അല്ലേ? രത്ന മുത്തശ്ശി, എനിക്ക് ആദ്യം തന്നെ അറിയും. നിങ്ങൾ പറഞ്ഞത് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോഴാണ് രത്ന അമ്മയുടെ 20 വയസ്സ് പേരക്കുട്ടി അവിടേക്ക് വന്നത്. കണ്ണിൽ കണ്ണുനീർ, പിന്നെ കടുത്ത വെയിലത്ത് മുഖം ചുമന്നിരുന്നു. മുത്തശ്ശി, ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. കാറ്റുമില്ല, ആശ്വാസവുമില്ല. നല്ല ചൂടായിരുന്നു മുത്തശ്ശി. രത്ന അമ്മയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. മോളെ, നമ്മൾ പാവപ്പെട്ടവരുടെ തലയെഴുത്തിൽ ഇതൊക്കെ സഹിക്കണമെന്ന് എഴുതിയിരിക്കുന്നു. എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല രത്ന മുത്തശ്ശി. ഈ വെയിൽ ഇപ്പോൾ ധൂപൂർ ഗ്രാമത്തിൽ മാത്രം എന്താണ് ഇങ്ങോട്ടുള്ളത്? ഗ്രാമത്തിൽ നിന്ന് പുറത്തുപോയ ഉടൻ തന്നെ വെയിൽ കുറച്ച് കുറവാണല്ലോ കാണുന്നത്. അതുകൊണ്ടാണ് ചെക്കന്മാരെല്ലാം രാത്രി സമയത്ത് കാട്ടിന്റെ അടുത്ത് ഉറങ്ങാൻ പോകുന്നത്. രത്നാമ്മയുടെ കണ്ണുകൾ എന്തോ ചിന്തിക്കുന്നത് പോലെ നിവർന്നു നോക്കി. ഏതോ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നതുപോലെ. ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ കേട്ടിട്ടുണ്ട്, മുൻപൊക്കെ നമ്മുടെ ഗ്രാമത്തിൽ പച്ചിമ നിറഞ്ഞിരുന്നു അത്രേ. അപ്പോൾ വെയിൽ വളരെ കുറവായിരുന്നു. പിന്നെ ഒരു ദിവസം ഒരു സാധു നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അതിശയിപ്പിക്കുന്ന മണിയുണ്ടായിരുന്നു. അപ്പോൾ ജമീന്ദാറിന്റെ മുൻഗാമികൾ വീരേന്ദ്ര പ്രസാദ് ചൗധരി ആ സാധുവിനെ അറിയാതെ ആ മണി മോഷ്ടിച്ചത്രേ. പിന്നെ ഗ്രാമത്തിലെ ഏതോ ഒരു മൂലയിൽ പൂഴ്ത്തി വെച്ചത്രേ. അടുത്ത ദിവസം മണി കാണാതായത് സാധു മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം മൊത്ത ഗ്രാമത്തിനെയും ശപിച്ചത്രേ. എന്താ ശാപമോ? ആ മണി തിരികെ കിട്ടുന്നത് വരെ ഈ ഗ്രാമത്തിനെ വെയിൽ തീ പോലെ ചുട്ടെരിക്കട്ടെ എന്ന്. പിന്നെ ആ മണി ആരെ കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്. അത്യാഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ട് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. പിന്നെ ആ മനുഷ്യൻ മറ്റുള്ളവരുടെ മേലിൽ കരുണയുള്ളവനുമായിരിക്കണമെന്ന് തലവൻ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. പക്ഷേ രത്നാമ്മയുടെ പേരക്കുട്ടി വസുന്ധരയുടെ മനസ്സിൽ ഈ വിഷയം ആഴമായി പതിഞ്ഞു. അടുത്ത ദിവസം രാവിലെ വസുന്ധര തൊട്ടടുത്ത വീട്ടിലെ അതുലിനോട് മുത്തശ്ശി പറഞ്ഞതെല്ലാം തന്നെ പറഞ്ഞു. അതുൽ, ഇന്നലെ മുത്തശ്ശി പറഞ്ഞത് വളരെ വിചിത്രമായിരുന്നു. പക്ഷെ അത് കള്ളമാണെന്ന് എനിക്ക് തോന്നിയില്ല. വസുന്ധര, നിനക്ക് 20 വയസ്സായി. പക്ഷെ ഇപ്പോഴും നിന്റെ മുത്തശ്ശൻ മുത്തശ്ശിയുടെ കഥകളിൽ നീ വിശ്വസിക്കുന്നുവോ? എന്റെ മുത്തശ്ശി ഒരിക്കലും നുണ പറയില്ല. ഒരുപക്ഷെ ഇത് നേരാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനാകില്ലേ? ശരി, ഇരിക്കട്ടെ. പക്ഷെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രാമത്തിൽ നിന്നും കുറച്ചു ദൂരെ ഒരു സാധു ബാബ ഉണ്ടെന്ന്. അദ്ദേഹം വലിയ ജ്ഞാനിയാണെന്ന്. നമുക്ക് അദ്ദേഹത്തോട് സഹായം ചോദിക്കാം. നിന്റെ ഈ മണ്ടത്തരത്തിൽ ഞാൻ നിനക്ക് സഹായിക്കില്ല. അതുൽ അവിടെ നിന്നും പോയി. പിന്നെ വസുന്ധര ഒന്നും മിണ്ടാതെ തന്റെ വീട്ടിലേക്ക് പോയി. രാത്രി സ്വപ്നത്തിൽ വസുന്ധര എന്തു കണ്ടെന്നാൽ ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള വരണ്ട നിലം 4 ഭാഗത്തും വരണ്ടതായിരുന്നു. പക്ഷേ ആ നിലത്തിന് നടുകിൽ
ഒരു വലിയ മരം നിൽപ്പുണ്ട്. പിന്നെ ആ മരത്തിനടിയിൽ പല നിറങ്ങളിൽ മിന്നുന്ന ഒരു മണിയുണ്ട്. പെട്ടെന്ന് വസുന്ധര കണ്ണു തുറന്നു നോക്കി. വിയർപ്പിൽ നനഞ്ഞിരുന്ന അവൾ ഉടനെ ചാടി എണീറ്റു. മുത്തശ്ശി, മുത്തശ്ശി, ഞാനൊരു വിചിത്രമായ സ്വപ്നം കണ്ടു. വരണ്ടുപോയ നിലം, ഒരു മരം, പിന്നെ അതിനു താഴെ വിചിത്രമായ ഒരു മണി. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം നിന്റെ മനസ്സിൽ പതിഞ്ഞതായിരിക്കണം മോളെ. അതുകൊണ്ടായിരിക്കും ഇതുപോലത്തെ സ്വപ്നം വന്നത്. ഇല്ല മുത്തശ്ശി, ഇത് വെറും സ്വപ്നമല്ല. എനിക്ക് വിശ്വാസമുണ്ട്, അവിടെ എന്തോ ഉണ്ട്. അന്ന് ഉച്ചയ്ക്ക് തന്നെ അതുലിനെ കാണാൻ വസുന്ധര ചെന്നു. അതുൽ, ഞാൻ രാത്രി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ കണ്ടു വരണ്ട ഒരു നിലത്ത് ഒരു മരം ഉണ്ടായിരുന്നു. പിന്നെ അതിന് താഴെ മണി ഉണ്ടായിരുന്നു. നീ സ്വപ്നത്തിൽ ഖജാന തേടുകയാണ് വസുന്ധര. കളിയാക്കല്ലേ അതുൽ, എന്നോടൊപ്പം വാ. അതുൽ വസുന്ധരയുടെ കണ്ണുകളെ തുറിച്ചു നോക്കി, ചെറുതായി ചിന്തിച്ചു. പക്ഷെ അതിനുശേഷം അവളോടൊപ്പം ചെന്നു. പല മണിക്കൂറുകൾ തേടിയതിനു ശേഷം അതുലും വസുന്ധരയും അതേ സ്ഥലം കണ്ടു. അവിടെ 4 വശത്തും വരണ്ട സ്ഥലമായിരുന്നു. പിന്നെ ഒരു തനി മരം ഉണ്ടായിരുന്നു. ഇത് അങ്ങനെ തന്നെ ഉണ്ട് നീ പറഞ്ഞതുപോലെ. വസുന്ധര ഒന്നും മിണ്ടാതെ മണ്ണ് തോണ്ടാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം അവളുടെ കോടാരിയിൽ എന്തോ ഒരു വസ്തു തട്ടി. അവിടെയുള്ള മണൽ എടുത്തതിനു ശേഷം ഒരു വർണ്ണങ്ങൾ നിറഞ്ഞ മണി കണ്ടു. ആ മണി വസുന്ധര തൊട്ടതും തന്നെ ഒരു വലിയ വെടി ശബ്ദം കേട്ടു. പിന്നെ കുറച്ചു സമയത്തിനകം ആ സ്ഥലത്തു നിന്നും ഒരു ഇഗ്ലു വന്നു. ഇത് എങ്ങനെയാ സംഭവിച്ചത്? ഇത്രയും ഉള്ളത്, പിന്നെ ഈ ഇഗ്ലു ഇത്രയും തണുത്തുള്ളത്. അതുൽ ഒരു ഇഗ്ലൂവിനകത്തേക്ക് ചെന്നു. എന്നിട്ട് അതിശയിച്ചു പോയി. അകത്തൊരു ചെറിയ വീടുണ്ടായിരുന്നു. പാചകം ചെയ്യുന്ന സ്ഥലം, പാത്രങ്ങൾ, വെള്ളം, ബാത്റൂം എല്ലാം ഉണ്ടായിരുന്നു. ഇത് മായാജാലമാണ്, അത്ഭുതമാണ്. നമ്മൾ വേഗത്തിൽ ഗ്രാമത്തെ ആൾക്കാരനോട് പറയണം. അതെ, സമയം പാഴാക്കരുത്. വസുന്ധരയും അതുലും ഗ്രാമത്തിലേക്ക് ചെന്നു. തലവനോടും രത്ന മുത്തശ്ശിയോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താ, കുറേ ഇഗ്ലു ഉണ്ടോ? തണുത്ത കാറ്റുണ്ടോ? ശരി, നമ്മൾ എല്ലാവരും തന്നെ ചെന്ന് നോക്കാം. തലവൻ, രത്ന മുത്തശ്ശി, ചില ഗ്രാമത്തിലെ ജനങ്ങൾ അവിടേക്ക് ചെന്നു. വലിയ പ്രകാശമായ ആ ഇഗ്ലു കണ്ടിട്ട് എല്ലാവരുടെ കണ്ണുകളും അതിശയത്തിൽ ഉറഞ്ഞുപോയി. ഇത് അത്ഭുതമാണ്. ഓരോ ഇഗ്ലുവിലും ഒരു കുടുംബം നിമ്മതിയായി ജീവിക്കാൻ പറ്റും. ഇത് തീർച്ചയായും എല്ലാവരും ഒരു വരം പോലെയാണ്. നമ്മുടെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ഇഗ്ലു ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും. പിന്നെ വെയിലത്ത് ആരും കഷ്ടപ്പെടേണ്ടതില്ല. അപ്പോഴാണ് ഒരു വയസ്സായ സാധു അവിടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ മുഖത്തൊരു പ്രകാശമുണ്ടായിരുന്നു. പിന്നെ കണ്ണുകളിൽ ആഴമായ രഹസ്യമുണ്ടായിരുന്നു. മോളെ വസുന്ധര, നിന്റെ ആലോചന ശരിയാണ്. ഇപ്പോൾ ഈ ഗ്രാമത്തിന് ശാപത്തിൽ നിന്നും മുക്തി കിട്ടുന്ന സമയമായി. മഹാപ്രഭു, എന്ന് വെച്ചാൽ അത് നിങ്ങളാണോ പല കൊല്ലങ്ങൾ മുൻപ് ഈ ഗ്രാമത്തിന് ശാപം തന്നത്? ആ, പക്ഷേ ശാപത്തിനോട് ഞാൻ അതിനുള്ള ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. ഈ മണി, ഇതിനെ നല്ല മനസ്സുடைய സത്യസന്ധയായ ഒരുത്തനാണ് എടുക്കാൻ പറ്റും. ഇതിനെ നിങ്ങൾ ഗ്രാമത്താൾക്കാർ എല്ലാവരും ചേർന്ന് എല്ലാ ദിശകളിലും കുഴിച്ചിടണം. എല്ലാ മണികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇതിനെ വെക്കണം. അപ്പോഴാണ് ഈ മൊത്ത ധൂപ്പൂറും ശീതൾ ഇഗ്ലു പൂറായിട്ട് മാറും. ഗ്രാമത്തിലെ ജനങ്ങൾ ഇപ്പോൾ കഷ്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. കുട്ടികൾ, വയസ്സായവർ, യുവാക്കൾ എല്ലാരും ചേർന്ന് മണ്ണ് തോണ്ടി. പിന്നെ എല്ലാ സ്ഥലത്തും വസുന്ധര മണി വെച്ചുകൊണ്ടേ പോയി. മണി ഭൂമിയിലേക്ക് തൊട്ടതും തന്നെ ആ സ്ഥലത്ത് വലിയ വലിയ ഇഗ്ലു ഉണ്ടാകാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം മൊത്തം ഗ്രാമവും വെളുത്ത നിറത്തിൽ മിന്നുന്ന താമസ സ്ഥലമായി മാറി. ജമീന്ദാർ ഇക്കാര്യം അറിഞ്ഞതും തന്നെ ആ സ്ഥലത്തേക്ക് ഓടി വന്നു. ഈ മണിയെ എന്റെ പൂർവികളാണ് മോഷ്ടിച്ചത്. അതുകൊണ്ട് ഇത് എന്റേതാണ്. പിന്നെ ഇതെല്ലാം എന്റേതാണ്. വസുന്ധരയുടെ കയ്യിലുണ്ടായിരുന്ന ആ മണി ജമീന്ദാർ പിടിച്ചു വാങ്ങിയതും തന്നെ അതേ സ്വാമിജി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അത് നീയാണ്. നിന്റെ പൂർവികൾ കാരണമാണ് ഈ ഗ്രാമത്തിലേക്ക് ശാപം കിട്ടിയത്. നീയും നിന്റെ പൂർവികളെ പോലെ ദുഷ്ടനാണ്. ഇതിന് നിനക്ക് തീർച്ചയായും ശിക്ഷ കിട്ടും. പെട്ടെന്ന് ജമീന്ദാർ നിലവിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും പുക വരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ വിയർത്ത് നനഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മണി താഴേക്ക് വീണു. ഇനി നിന്റെ ജീവിതം മുഴുവതും ചൂടായിരിക്കും. നീ തണുപ്പിലിരുന്നാലും ശരി, വെള്ളത്തിന്റെ അടിയിലിരുന്നാലും ശരി, ഇതാണ് ശരിക്കുമുള്ള ചൂട്. സ്വാമിജി ആ മണിയെടുത്ത് വസുന്ധരയുടെ കൈകളിൽ കൊടുത്തു. എന്നിട്ട് ചിരിച്ചു. മോളെ, ഇപ്പോൾ ഈ മണി നിന്റെ അടുത്ത് സുരക്ഷിതയായിരിക്കും. ഇത് ഈ ഗ്രാമത്തിനെ തണുപ്പായി വെച്ചോളും. ഇത് ഇനി ധൂപ്പൂർ അല്ല മഹാപ്രഭു.
ഇനി മുതൽ ഇത് ഇഗ്ലൂപൂർ ആണ്. സ്വാമിജി അവിടെ നിന്നും മാഞ്ഞുപോയി. ഇനി ഒരു കുട്ടിയും വെയില് കാരണം കരയില്ല. ഒരു വയസ്സായ ആളുകളും വെയില് കൊണ്ട് കഷ്ടപ്പെടണ്ട. ഈ ഇഗ്ലു ഇനി നമ്മളെ രക്ഷിക്കുന്നതായിരിക്കും. ഈ ഇഗ്ലു നമ്മുടെ അവസ്ഥ മൊത്തമായി മാറ്റിക്കളഞ്ഞു. കുറച്ചു സമയത്തിനകം ഗ്രാമം മൊത്തം തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ഇപ്പോൾ ഇഗ്ലൂപൂർ ഒരു സ്ഥലം മാത്രമല്ല, ഒരു പുതിയ ചിന്തയും പുതിയ വിശ്വാസവും ഒരു ധർമ്മത്തിന്റെ കഥയായി മാറി.